ആളറിയോ? എനിക്കറിയില്ല. ആൽഫ്രഡ് ഫെർണാണ്ടസ് എന്നാണ് പേര്. ആൽഫിന്ന് വിളിക്കും. 10:30 എത്തുന്നാണല്ലോ മുതലാളി പറഞ്ഞത്. അവിടെ കോട്ട് സൂട്ട് വിട്ട് ഒരുത്ത നിൽക്കുന്ന കണ്ടില്ലേ? അവനാ എന്റെ അളിയൻ, അവിടുത്തെ മാനേജർ. ഞാനീ മാങ്ങാത്തൊരു ഓർത്തുമില്ല. MD എന്നും പറഞ്ഞ് ഞാനിപ്പോ അവിടെ കയറി ചെന്നാൽ അതോടെ തീരും ഇവിടുത്തെ ചുറ്റിക്കളി. വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് വൈകിട്ട് കലവിട്ട് ഉടക്കണോടാ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ആൽഫി എന്ന് പറഞ്ഞ ഒരുത്തൻ അവന്മാര് കണ്ടിട്ടില്ല. അതുകൊണ്ട് നീ ആ വേഷം കെട്ടിയാ മതി. അയ്യോ, അവന്മാരെ കണ്ടുപിടിച്ചില്ല. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും ഗമേ തട്ടി മൂളിക്കണം. ഫയൽ വല്ല ഒപ്പിട്ടാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് എന്റെ കൊണ്ട് തന്നാ മതി. ബാക്കി ഞാൻ നോക്കണം. നമ്മളെ കണ്ടാൽ MD ആയിട്ട് തോന്നുന്നു. നിന്നെക്കാട്ടിലും വിവരം കേട്ടവന്മാർ MDകളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. പക്ഷേ നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നീ ഷർട്ട് അകത്തോട്ടെടുത്തു. എന്താന്നാണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. ഇതാണോ ആള്? ചോദിച്ചു നോക്കാം. മിസ്റ്റർ ആൽഫ്രഡ് ഫെർണാണ്ടസ് ആണ്. സാരി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാരും കുറച്ചു നേരം പുറത്തു നിന്നേ. ഡ്രസ് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ ഇവിടെ നിൽക്കൂ. എന്തിന്? ഈ കുട്ടിയുടെ ഡ്രസ് മാറ്റണം. അതിനൊരാളുടെ സഹായം വേണം. ഹസ്ബൻഡ് നിൽക്കട്ടെ. അത് വേണ്ട, താങ്കൾ വന്ന്. താ വെളിയിൽ പോയേ. സാർ ഇവിടെ നിൽക്കും. 3 പേരും വെളിയിൽ പോകും. സിസ്റ്റർ ഒറ്റയ്ക്ക് ഉടുപ്പ് മാറ്റിയാൽ മതി. അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങൾ തുണി മാറ്റുന്നിടത്ത് ആണുങ്ങൾ നിൽക്കാൻ പാടില്ല. ഭാര്യയുടെ തുണി മാറ്റുന്നിടത്ത് ഭർത്താവിന് നിൽക്കാലോ. അത് ഭർത്താവാണെങ്കിലല്ലേ? നിക്കാം. ഭർത്താവാണെങ്കിൽ നിക്കാം. പക്ഷെ നമ്മൾ നാണോ മാനോളവരല്ലേ? ഞാൻ പോയിക്കോളാം. ചെയ്യുന്നത് തെമ്മാടിത്തരാണെന്ന് ഓർക്കണം. ഞാനെന്ത് ഇവര് സമ്മതിക്കുന്നില്ല. പിന്നെ ആര്? ഇവര്. അതെ, ഈ കോൺഗ്രസ്സുകാർ എന്തിനാ? നിന്റെ അമ്മൂമ്മയുടെ 2 അങ്കട്ടിന് പോവാൻ. എന്റെ കാലിന്റെ അടിയിൽ തീയ. അതിനിത് ടൈൽസ് അല്ലേ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളുടെ തുണി ഇവരെങ്ങനെ മാറ്റുക? അല്ല, അങ്ങനെ പാടില്ല എന്നാണ് പ്രമാണം. എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ താൻ തന്റെ വായ തോന്നിയ അഭിപ്രായം പറയാ. ഇയാൾ ചാടി കളിക്കുന്നുണ്ടാ തോന്നുന്നു. ഇയാളുടെ ഭാര്യയുടെ തുണിയാണ് അയാൾ മാറ്റുന്നത്. അയാളുടെ ഭാര്യയുടെ തുണി അയാൾ മാറ്റുന്നത്. നിങ്ങൾക്ക് എന്താണ്? ഉടുപ്പിന്റെ അറ്റത്ത് പിടിച്ച് താഴേക്ക് വലിച്ചാൽ മതി. ഊരി പോന്നോളും. ബോഡി ഞാൻ ഉയർത്തി തരാം. എന്റെ പാവാട ഇങ്ങതാടോ. എന്റെ പാവാട ഇങ്ങതാടോ. എന്റെ പാവാട തരാൻ. ഇറങ്ങി പോടോ വെളിയില്. എന്താടാ നിന്ന് വിളിക്കണത്? ഇവിടെ ആരെങ്കിലും തുണി വെച്ചിട്ട് തുള്ളുണ്ടോ? ആ കൊച്ചിന്റെ അവിടെ എന്തോന്നൊരു പാട്. ഇവിടെ കൊച്ചിലെ സൈക്കിളിൽ നിന്നല്ല വീണ വൃത്തികെട്ട കറുത്ത പാടിലോണ്ട് അവിടെ. എല്ലാത്തിനും ഒരു അതിരുണ്ട് കേട്ടാ. ഗതി കേട്ടാ നിന്നെയും കൊല്ലും, ഞാനും ചാവും. ഇങ്ങനെയും ഭർത്താക്കന്മാരുണ്ടോ? കണ്ണുടച്ചോണ്ടാണോ ഭാര്യയുടെ ഉടുപ്പ് മാറ്റുന്നത്? ഇയാളെയൊക്കെ സഹായത്തിന് വിളിച്ച് എന്നെ വേണം പറയാൻ. വൃത്തികെട്ടവന്മാര്. ഇപ്പൊ മനസ്സിലായോ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്? അതിന് നീ നായരല്ലേ? അതേടോ, നല്ല അന്തസ്സുള്ള ഇല്ലത്തെ നായരാ. അല്ലെങ്കിൽ കാണായിരുന്നു. അപ്പൊ അത്ര വിഷമുള്ള ജാതി അല്ല. സർ, ഇതെന്തൊരു പുലിവാല. പാരീസിൽ നിന്ന് ലണ്ടനിൽ നിന്ന് നമ്മുടെ ബയേഴ്സ് ഫോൺ വിളിക്കുമ്പോ MD എന്തൊക്കെയോ പിച്ചും പേയി പറയുകയാണ്. ഇതെന്താ സംസാരിക്കുന്നറിയാൻ ഞാൻ ക്യാബിനിൽ ചെന്നപ്പോ എന്നെയും അയാൾ തെറി വിളിച്ച് പുറത്താക്കി.
എടോ ഞാൻ അയാളെ കൊണ്ട് ഇവിടെ വട്ടളയിരിക്കുക. എന്താ ചെയ്യാ, വലിയ മുതലാളിയുടെ മരുമനായി പോയില്ലേ. ആ ചന്ദ്രാമ എന്ത് കണ്ടിട്ടാ വിവരം കെട്ടോനെ കിട്ടിയത് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ. അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയിൽ നിന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ, ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി? ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 റുപ്യന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുക. സാർ, ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. അത് സാരമില്ല, ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ടാ. നിങ്ങൾ 5000 റുപ്യ തരി. നിങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു. എന്താ പോരെ? എത്രയോ വർഷമായിട്ട് വേണുവേട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറുടെ സത്യേട്ടൻ ചോദിച്ചു. അപ്പൊ മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കയറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. സർ, കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. LC ഓപ്പൺ ചെയ്യണം. LC ഇതുവരെ വന്നിട്ടില്ല. ഓളെവിടെ പോയി? സാർ, ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു. ഇതാ വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യമായി വീട്ടിലോട്ട് ചെല്ലാൻ. ഞമ്മക്ക് സൗകര്യം ഇല്ലെന്ന് പറ. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ല നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഞമ്മക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോണം. വർമ്മ സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറ. ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാണല്ലേ? ഞമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ. ആകെ കുലുമാല്. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ. ഫോണെടുത്ത് പോയാ മുഴുവൻ മുടിഞ്ഞ ഇംഗ്ലീഷ്. കുറെ നായിന്റെ മക്കളെ നമ്മൾ പുളിച്ച് തെറി വിളിച്ച് എന്നിട്ട് രക്ഷയില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? താൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ല. ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം സാർ. ആദ്യം എന്താ ഉണ്ടായെന്ന് അറിയട്ടെ. 5000 രൂപ മാച്ചോട്ട് 60 ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്താ? മൈമുനെ പളയെടുക്കാം. പിന്നെ വേറെന്താ പോയി? മൈമുനോട് എന്നെ കൊടുത്ത് ഞാനിപ്പോ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ പണി വേണ്ടത്, എന്നിട്ട് കുറെ കാലത്തേക്ക് ലീവ്. ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആൽഫിയുടെ അറിവുകൾ കൊണ്ട് സംഭവിച്ചതാണല്ലോ. ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇന്ദുവിന്റെ ചേട്ടനാ. പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ മാറ്റണ്ടായിരുന്നു. അവർക്കും വിഷമമുണ്ട്. എനിക്കത് അറിയില്ലായിരുന്നല്ലോ. മാനേജർ പറഞ്ഞില്ലേ? മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ല അങ്കിൾ. ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? താനാരാ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ എല്ലാ കാര്യവും ഇയാളായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ചന്ദ്രനെ കാണാൻ വന്നതാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു. അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ എന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞു. മാനേജറുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ. അതെനിക്ക് തോന്നി. ആൽഫി വരൂ, അയാൾ പുറത്ത് നിൽപ്പുള്ളൂ. ഞാൻ വരില്ല. എനിക്ക് അയാളുടെ മുഖം കണ്ട എന്റെ കൺട്രോൾ പോവും. അതെന്താ? ക്ഷമിക്കണം, ഞാൻ അയാളെ കാണില്ല. അയാള് എനിക്ക് അയാളെ കാണണ്ട. അയാൾ മാപ്പ് പറയാനാണ് വന്നത്. കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന വകുപ്പ് എന്റെ നിയമപുസ്തകത്തിലില്ല. അയാളെ തല്ലാനായി എന്റെ കൈകൾ ധരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. വീണ്ടും അയാളെ ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ഞാനില്ല ഇവിടെ. ഓക്കെ, ഞാൻ വിചാരിച്ചത് ശരിയാണ്. തന്റെ ഉണ്ട് കുഴപ്പങ്ങൾ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താൻ എന്നെ അറിയിച്ചാൽ. എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം സാർ. എനിക്ക് അയാൾ ആകെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മാപ്പ് ചോദിക്കുന്നതൊക്കെ ഓഫീസിൽ വെച്ച് സൗകര്യം പോലെ മതി. ഇല്ല സാർ, ഓഫീസിൽ മറ്റു സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ എനിക്കത് മാനക്കേടാണ്. ഇവിടെ വെച്ചാവുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. തല്ലുന്നെങ്കിൽ തല്ലി. മിസ്റ്റർ രവീന്ദ്രൻ, സാറ് സൈൻ ചെയ്താലേ അക്കൗണ്ടന്റ് പണം അടയ്ക്കൂന്ന് പറഞ്ഞു. സാർ,
എന്നോട് ആരോടോ അകത്ത് വരാൻ പറഞ്ഞത്? എന്റെ മുഖം എനിക്ക് കണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഹാമുക്കെ ഞാനൊരു ഒന്നും പറയണ്ട. ഞാൻ ആൽഫി ആയതുകൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും നമ്മൾ പറയാണ്, ഇവൻ എന്ത് ആഫീസിൽ നടന്നാലും അപ്പ പൊരയിലേക്ക് വിളിച്ചു പറയും. മേലാൽ എന്റെ ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പൊരയിലേക്കോ മറ്റോ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ആഫീസിൽ ഉണ്ടായി നോക്കിക്കോളൂ. ചന്ദ്രാമയോട് ചോദിക്കും സാർ. 9 വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ. ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല. ഇക്കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. കാരണം ഓള് പാവ കിടക്കുന്ന കടപ്പ് കണ്ടില്ലേ, ഭയത്തടി വെട്ടിട്ട പോലെ. എന്റെ പൊന്നും കട്ടെ മോളെ എന്നെ ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു. എന്റെ മുമ്പിൽ നിന്ന് അങ്ങനെ പോകരുത്. കാര്യങ്ങളൊക്കെ അപ്പ പറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ല. ഒരു കാര്യം മാത്രം, ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത്. നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം. എന്തു പറയുന്നു? എന്താ ഫ്രണ്ടിന്റെ പേര്? അപ്പു. ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. രക്ഷപ്പെട്ട് മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത്. ലോണൊന്നും കിട്ടുന്നിടം വരെ നമ്മളിപ്പോ എങ്ങോട്ട് പോകണം? ഓഫീസിൽ പോടാ. ഓഫീസിൽ പോടാ. അയ്യേ, അയ്യേ, ആ വിവരം കേട്ടവൻ ഇങ്ങനെ കയറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അളിയനാണ്. അതുകൊണ്ട് എനിക്ക് കയറി പിടിക്കാനും പറ്റിയില്ല. സാരമല്ല, ഇത് തുടച്ചാ പോകും. അയ്യേ, എന്തിനാ കരയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ ഞാനത് ഹാപ്പി ആയിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ കാണിച്ചത് തെറ്റാണ്. എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. അല്ല, My name is Alfred. My name is Alfred. എന്താ? ആരാ? ഭൂതം കുറത്തിന്ന് പുറത്തേയാടി. ഇത് മറ്റവനാണ് അൽഫി. Yes. How do you know my wife? സാറ് വരണം, സാറ് വരണം. ഞാൻ സാറിനെ എന്തെങ്കിലും മീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. സാറ് ഇരിക്കണം, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഞാൻ കാര്യം പറ്റിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. നൂറ, സാറിന് ചായ കൊടുക്ക്. ചായയിലൊന്നും ഒതുങ്ങുന്ന കേസല്ലേ ഇത്. നീ കൈകാര്യം ചെയ്യും. How do you know my wife? സാറിന്റെ ഭാര്യ ഞങ്ങൾക്ക് വഴിയിൽ ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ്. നാട്ടുകാരെടുത്ത് തലേ വെച്ച് ചെന്നപ്പോ ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം കൂടെ ഹസ്ബൻഡ് ആക്കിയപ്പോ ഒരുപാട് കോളത്തെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡ് ആയി പോയതാണ്. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിട്ട് ഒരു നാടകം കളിച്ചു പോയതാണ്. അല്ലാതെ ഐ എം നോട്ട് എ ചീറ്റ്. I'll call the police. പോലീസിനെ വിളിക്കുന്നത്. Okay, now explain everything nice to me. ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് മാപ്പാക്കണം. ഓനോടൊന്നും തുറന്നു പറയല്ലേ. ഓ നമ്മൾ വിചാരിക്കുന്ന ആൽഫ്രഡ് അല്ല. പിന്നെ ആരാടാ? ഇവന് വട്ട. ഇവന്റെ ഭാര്യ ഏതോ കിണറ്റിൽ വീട് ചത്തു. അങ്ങനെ വട്ടായതാണ്. ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാറിന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് കയറിയതാ. പിടിച്ചോണ്ട് പോണോ ഇവനെ? Please, you take care of my wife. You know my wife. You know my wife. You please take care of her. Take care of her. I get a lot of things from America. She's a very nice girl. I love her very much. I love her. You take care of my wife. I love her very much. I love my wife. കാലത്തിന് ഒരു കോട്ടിട്ട ബട്ടന്റെ കാലുമല വീഴേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആ പോയവന്റെ കണ്ടീഷനായി പോകും ഞാനും. കേസിന്റെ വിധി അച്ഛൻ അനുകൂലമായി വരൂ എന്നാണ് ആ വക്കീല് പറയുന്നത്. ഞാനിന്നൊരു 1000 രൂപ നമ്മുടെ കുറുപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മണി ഓർഡർ അയച്ചു. ഹലോ, അപ്പുക്കുട്ടൻ സാറുണ്ടോ? അപ്പുക്കുട്ടനോ? ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ്. നിങ്ങളാരാ? എനിക്കുള്ള ഫോണാ ഇതാ. ഹലോ, അതെ. നാളെ കട ഇൻസ്പെക്ഷൻ നടത്തണം.
എന്നാലേ ലോൺ സാങ്ഷൻ ചെയ്യാൻ പറ്റൂ. അത് ഇത് എപ്പോഴാ ഇത്? സമയം നാളെ രാവിലെ 10 മണിക്ക് ഞാൻ വിളിച്ചു പറയാം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ 10 മണിക്ക് വിളിച്ചാൽ മതി. ശരി ശരി, വെക്കട്ടെ. ഓക്കെ. അപ്പുകുട്ടൻ എന്നാണോ പേര്? അപ്പുകുട്ടൻ എന്നാണോ പേരെന്ന്? നിങ്ങളുടെ എന്തൊക്കെ ഉണ്ടെങ്കിലും വിശേഷം. പിന്നെ അപ്പുകുട്ടന് വന്ന ഫോണ് നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്തത്? അപ്പുകുട്ടൻ ഒരാളാണ് എന്നെ വിളിച്ചത്. അല്ല, അപ്പുകുട്ടനുണ്ടോ ചന്ദ്രികാവർമ്മയുടെ ഹസ്ബൻഡ് എന്നാണ് അയാൾ ചോദിച്ചത്. ഈ കുട്ടിയുടെ കാര്യം ഞാൻ തോറ്റു. അപ്പുകുട്ടനാണ് വിളിക്കുന്നത്, ചന്ദ്രികാവർമ്മയുടെ ഹസ്ബൻഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എല്ലാ കാര്യം തലതിരിഞ്ഞേ കേൾക്കൂ. വിട്ടി കൂഷ്പണ്ടോ എല്ലാത്തിനും ഡൗട്ടാ. ഏതാ ഈ അപ്പുകുട്ടൻ? എല്ലാ അപ്പുകുട്ടന്മാരെ അറിയാം. അങ്കിളിനെ അറിയാം. അങ്കിൾ എന്റെ ഫ്രണ്ട് അപ്പു അന്ന് വന്നില്ല. അപ്പു നമ്മുടെ ഇനി വന്ന് എന്റെ ഫ്രണ്ട് അപ്പു അന്നൊരു മഞ്ഞ കോണ്ടസയിൽ വന്നില്ലേ? മഞ്ഞ കോണ്ടസയിൽ വന്ന അപ്പു. മഞ്ഞ അപ്പു അല്ല, മഞ്ഞ കോണ്ടസയിൽ വന്ന അപ്പു. അപ്പുകുട്ടൻ എന്നാ അവന്റെ പേര്. ആര് പറഞ്ഞു? ഞാൻ കേട്ടു ഫോണില്. ആരെ വിളിച്ചെന്നറിയോ? അതറിയില്ല. നാളെ 10 മണിക്ക് വിളിക്കാന്ന് പറയുന്ന കേട്ടു. ഇവനെ നമ്മൾ ഫോളോ ചെയ്യണം. അതെ. എവിടെയാണ് അവന്റെ താമസം? ആരൊക്കെയാണ് അവന്റെ കോണ്ടാക്ട്സ്? എന്താ പണി? ഇതൊക്കെ അറിഞ്ഞ അവന്റെ പൂച്ച പുറത്തിയടിക്കാം. അപ്പുകുട്ട സാറല്ലേ? ഞാൻ വർഗീസ്. ഇൻസ്പെക്ഷൻ ആള് 11 മണിക്ക് കടയിൽ വരും. ഞാൻ ചർച്ച് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം. ഈ വഴി വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ശരി ശരി. നിന്റെ 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചിട്ട് 1.25 ലക്ഷം ഉറുപ്പ്യ वंडी वाला अरे उधर देखो मोटरसाइकिल लेके जा रहा है चलो മോട്ടോർ പോലെ മണ്ണിൽ പിടിക്കണം എല്ലാത്തിനും ബുദ്ധിമുട്ടി ചോദിച്ചാൽ എനിക്ക് കാണാൻ സ്ഥലമില്ലാതെ സാറല്ല ഞാൻ ആദ്യമേ പറഞ്ഞിരിക്കുന്നു 3-4 ആൾ മതി വിടുവാല അതെ ആ ഇരുമ്പിന്റെ തൊപ്പിട്ട് പന്നിനെ ഇടിച്ചു കൊണ്ടാളാ ശരി ഈ കാറിന് अरे क्या मैं गाड़ी किधर चला रहा है वंडी मेरे को ट्रस्ट नहीं उल्लू का पता है चला ना बोल बुला ने गाड़ी चुड़ी चले വണ്ടി തിരിക്കണേ ഓനെ അങ്ങോട്ടല്ല മോളെ വണ്ടി തീർന്നത് ആയിട്ടാ മോനെ കാണുന്നില്ലല്ലോ. അപ്പൊ സാറിന്റെ ബൈക്ക് അത് വന്ന് പിന്നെ ഞാൻ എടുത്തോളൂ സാറേ. ഒരു മാംഗോ ജ്യൂസ് ചോദിച്ചിട്ട് എത്ര നേരം? ഇതൊക്കെ മാനേജർ രവീന്ദ്രനാഥ് കിതറ അവിടെ ആരാ എന്താ എന്താന്നോ കാണിച്ചു തരാൻ എന്താന്നുള്ളത് അതിന്റെ മോനെ കായും കടുമറിച്ച് വീട് കാലിയാക്കി മുങ്ങാന്ന് വിചാരിച്ചേ. ഏത് കാശ്? ഏത് കാശോ? അന്റെ ഉമ്മനെ കെട്ടിക്കാൻ മേടിച്ച കാശാടാ. മര്യാദക്ക് സംസാരിക്കണം. എന്താ കാക്ക എന്താ പ്രശ്നം? പ്രശ്നം എന്താ നിങ്ങൾ കേൾക്കണോ? ഈ അറാൻ മറന്നവന്റെ കെട്ടോടും കൂടി ബെൻസ് കാർ എടുക്കാനാണെന്നും പറഞ്ഞ് എന്നോട് 1.25 ലക്ഷം ഉറുപ്പ്യ മേടിച്ചു. ഇന്നോട് മുണ്ടാണ്ടും പറയാണ്ടും വീടും മാറി.
എടാ ഈ മൂന്നമ്മല് സോപ്പും തേച്ച് വന്നപ്പോഴേ എനിക്ക് ലൗട്ട് അടിച്ചതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താണോ അവിടെ നടക്കുന്നത്? ഒരാൾ വന്ന് ഇവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നു. ഇതെന്റെ ഒപ്പല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ എനിക്ക് ബെൻസ് കാറൊന്നും ഇല്ലെന്ന്? നീ കായ് മേടിച്ചത് കാറ് മേടിച്ചോ കാപ്പിക്കൂര് മേടിച്ചോ പുണ്ണാക്ക് മേടിച്ചോ ഒന്നും എനിക്കറിയണ്ട. എടാ പൈസ കടം മേടിച്ച് കോട്ട് സൂട്ടിട്ട് എടുക്കാൻ ഉളുപ്പില്ല നമുക്ക്. അതെ പൈസ തരാൻ അറിയുന്നുണ്ട്, വാങ്ങാനും എനിക്കറിയാം. അത് വാങ്ങിയിട്ട് അവിടുന്ന് പോകും. നിങ്ങൾക്ക് അറിയോ അടുത്ത ആഴ്ച എന്റെ മോളെ നിക്കാറാണ്, എനിക്ക് പൈസ കിട്ടണം. കൊറേ നമുക്ക് എന്റെ പൈസ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ MD എടുത്ത് പറയൂ. ഏത് തട്ടി? തെണ്ടി അല്ല, MD, മാനേജിംഗ് ഡയറക്ടർ, അതായത് മുതലാളി. എവിടെ? അതാ അവിടെ ഉണ്ട്. ഇനിയൊന്നും നോക്കാനില്ല, അകത്ത് കയറ്റരുത്, അടിച്ച് പണി കഴിച്ചോളാം. അസല് തണ്ടക്ക് വരുന്ന എന്റെ കാശ് മേടിച്ചാടാ പന്നി. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇന്ന് രണ്ടിലൊന്നും അറിയിട്ട വീരാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മാറുന്നായിന്റെ മോനവിടെ തല്ലേ കൊല്ലാൻ പറഞ്ഞു വേണ്ടി. തന്നെയാണോ നമ്പർ? അതെ, പല പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെയല്ലേ ഞാൻ ആൽഫിയുമായി സംസാരിച്ചത്. ഇപ്പോഴും ഫോൺ കണക്ഷൻ ഉണ്ട്. റിങ് ചെയ്യുന്നല്ലാതെ ആരും എടുക്കുന്നില്ല. അപ്പോ ഇവിടല്ലേ ചന്ദ്ര താമസിച്ചിരുന്നത്? അല്ല, വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടകയ്ക്ക് എടുത്ത് മാറി താമസിച്ച ഫ്ലാറ്റിന്റെ നമ്പറാ ഇത്. അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് ആൽഫിയുമായി താമസിക്കാൻ തീരുമാനിച്ചിരുന്നത്. കിട്ടി. UB ചന്ദ്രിക വർമ്മ, നമ്പർ 16, പ്രിൻസ് ടവേഴ്സ്, കോളേജ് റോഡ്. ഹലോ. തടിയുടെ കൂടി, മുടി അല്പം ചുരുണ്ടു, പൊക്കം അല്പം കുറഞ്ഞു അല്ലേ? എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. ഒറിജിനൽ ആൽഫിയെ ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ അങ്ങോട്ട് ചെന്നാട്ടെ. എല്ലാരും ഭാര്യയുടെ അടുത്ത് കാത്തിരിപ്പുണ്ട്. തന്റെ മോളുണ്ടല്ലോ ആ ഏണി, അവൾ ആരാടോ? അവൾ ആരാ വരുത്തുന്ന? സഹിക്കുന്നതിന്റെ ഒരു അതിലുണ്ട്. അവളുടെ നാക്ക് വിജയം ദൂരക്കളെ കേട്ടോ. അവൾ ആരാടോ? സീരിയ അവളുടെ അമ്പടെ നായര്. കോൺഗ്രസ് കേട്ടോ, കോൺഗ്രസ് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസ് നോക്കിക്കോ. ഓ അല്ല, ഇയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് കോണ്ടസ എന്ന് പറയുന്നു? നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ, അതിന് പകരം ഇവൻ കോണ്ടസ എന്ന് പറയുന്നു. അപ്പൊ കോണ്ടസ എന്ന് പറഞ്ഞ ദൈവമാണല്ലേ? അല്ലേ, ചോദിച്ചോട്ടെ, ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. പൂച്ചക്ക് എന്തോടോ പൊന്നുരുക്കുന്നിടത്ത് കാര്യം. അതിലിവിടെ എവിടെയാ പൂച്ച? പൂച്ചനെ നിനക്ക് കാണണ? വെറുതെ അല്ല നിന്റെ കണക്കൊക്കെ തെറ്റണേ. എന്റെ കണക്ക് കൂട്ടിൽ ഇതുവരെ തെറ്റിയിട്ടില്ല. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടല്. എന്റെ മോൾ എന്നാ ഒന്ന് നടക്കുക എന്റെ ഡോക്ടറെ? ഒന്ന് അനങ്ങിയാ ഞങ്ങൾ ഓടിച്ചു കാണിക്കില്ലേ? വെറുതെ കരഞ്ഞ് ആ കുട്ടിയെ കൂടുതൽ വിഷമിപ്പിക്കരുത്. ചന്ദ്രയെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത എന്റെ കയ്യിലുണ്ട്. എന്താ അത്? ചന്ദ്രയുടെ ഒറിജിനൽ ആൽഫിയെ ലേഖ കണ്ടുപിടിച്ചു. ഇതാ. ഞാൻ നിനക്കിത് ഇവിടുന്ന് കിട്ടി? ചന്ദ്രയുടെ ഫ്ലാറ്റിൽ നിന്ന്. ബാക്കി ഫോട്ടോസ് നശിപ്പിച്ചിരുന്നു. ഇത് ഒളിച്ചു വെച്ചിരുന്നത് കൊണ്ട് നശിപ്പിച്ച ആൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആരായത്? ആൽഫി. ആൽഫി. ആൽഫിയെ നേരത്തെ കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടോളൂ. ഇത് നമ്മുടെ രാമേന്ദ്രനല്ലേ? അതെ. അമേരിക്കയിലുള്ള അമ്മുക്കുട്ടിയുടെ മോനെ ഇവള് കണ്ടിട്ടില്ലല്ലോ. അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹി വന്നിരുന്നപ്പോ ചന്ദ്ര കാണാൻ പോയില്ലേ? അപ്പൊ എടുത്ത ഫോട്ടോ ആവും. ചന്ദ്രയുടെ മുറച്ചേർക്കനാ. പഠിച്ചതും വളർന്നതും ഒക്കെ അമേരിക്കയിലാ. രാമേന്ദ്രനെ കൊണ്ട് ഇവളെ കെട്ടിപ്പിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. അതെ,
അപ്പോഴല്ലേ ഈ നസ്രാണി വന്ന് ഇവളുടെ മനസ്സിൽ ചേക്കേറിയത്. എന്നാലും ഇപ്പൊ എനിക്കിത് വിഷമമൊന്നുമില്ല കേട്ടോ. ഞാനല്ലല്ലോ ആൽഫി, ഈ കാണുന്നതാണല്ലോ ആൽഫി. ഈ ഒക്കെ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാൻ ആരാ സ്കോളർഷിപ്പ് കൊടുത്തത്? ഇവിടെയൊക്കെ ഡോക്ടറായുണ്ടല്ലോ, ഈ ബ്രെയിൻ ഓപ്പറേഷന് വരുന്നവരുടെ ഈ കിഡ്നി എടുത്ത് തല വെച്ച് കൊടുക്കാം. ഏയ് ഒന്നിക്കണേ. ഈ ഒറിജിനൽ ആൽഫി എങ്ങനെ ഇരിക്കും? അവന്റെ മൂക്കിന്റെ അടിയിൽ 2 വലിയ കൊമ്പുണ്ടോ, അതോ തുമ്പിക്കൈയും വാലും ഒക്കെ വെച്ചിട്ട് ആനനെ പോലിരിക്കും? പറയടി, എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. തല ഇത്തിരി താഴ്ത്തി തന്നാ നീ അതിന്റെ പുറത്ത് കയറി നിരങ്ങും അല്ലടി കോട്ടി മരം. പിന്നെ ഞാൻ ആരാണെന്നറിയാനുള്ള നിന്റെ ഈ എന്റെ പുറകിലുള്ള നടപ്പുണ്ടല്ലോ, വേണ്ട, അതങ്ങ് നിർത്തുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറക്കി എത്തി പിള്ളേർക്ക് കൊടുക്കും. എന്റെ ശരിക്കുള്ള സ്വഭാവം നടക്കാനുള്ള എന്താ ആരാ ആൽഫി ഇത്? എന്താ ഇയാള് പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ ഇയാളെ? ഇത് എവിടുത്തെ ഭാഷയാണ്? ഏതാ ഈ പൂതം? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ് വീരാനിക്ക. 1.25 ലക്ഷം രൂപ എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ട, എനിക്ക് ആവശ്യമില്ല. അങ്ങനെ മനസ്സിലായ നായിന്റെ മോനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാൾ ചോദിച്ചാ? അയാളുടെ വായിലിരിക്കുന്ന എല്ലാം കേട്ടിട്ട് കാര്യമുണ്ടോ? വീരാനിക്ക പണമാകുമ്പോ വരുമ്പോ നമുക്കെന്ത്? എനിക്ക് ഒരു വിഷമല്ല. മോളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. വീരാനിക്ക പോയി കിടക്ക് പ്ലീസ്, പോയി കിടക്ക് വീരാനിക്ക, പോയി കിടക്ക്. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ളതിന്റെ ആദ്യ പേടി. എന്താ എന്റെ ഫ്രണ്ടിന്റെ മാമയാണ് മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. മോടെ കല്യാണം ഒക്കെ ഞങ്ങൾ നടത്തി തരാം. ആരോ അടിച്ച് കൗളിലെ എല്ല് പൊട്ടി ശരിയാകും, കുറച്ച് സമയം എടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടിക്കടത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം. എഴുന്നേക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ നടത്തിക്കോളാം. നിങ്ങൾ വെക്കോളി. പന്നീന്റെ മോന് പനി ഉണ്ടാവും മാമ. മുറിവ് ഉണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങൾ നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ അയാൾ പറഞ്ഞത്? അതെങ്ങനെ മനസ്സിലായി? പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരണത് അല്ലേ? കാണുകയും ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? നീ ഈ പാവത്തിന് 1.25 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ?